അപ്പം ഈ ലൈവ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് നമുക്കൊരു സ്വൈര്യമില്ല. ടെലൈവ് ഫുള്ള് കത്തിപ്പോയി. ഇവിടെ ആൾക്കാർക്ക് ഫുഡ് പോലും കിട്ടുന്നില്ല. സൂപ്പർ മാർക്കറ്റ് എല്ലാം അടച്ചിട്ടേക്കുക, കടയെല്ലാം അടച്ചിട്ടേക്കുക. ടെലൈവ് ഫുള്ള് പോയെന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ അസ്രേലി മാൾ ഉണ്ടല്ലോ, അസ്രേലി മാള് ഫുള്ള് കത്തിപ്പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫുള്ള് നാശനഷ്ടമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ തന്നെ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ സ്വൈര്യമുള്ള നമ്മളെ വീട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നാ പ്രശ്നം ഇവിടെ ഫുള്ള് കത്തിപ്പോയാണല്ലോ പറഞ്ഞേക്കുന്നതെന്നൊക്കെ. അന്നേരം അതിനുവേണ്ടി ഈ പറയുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. സമയം രാത്രി 9:23. ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ജോലിക്ക് പോയ സമയത്ത് ടെലൈവിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഇവിടെ പ്രശ്നമൊന്നുമില്ല പറഞ്ഞൊരു വീഡിയോ, നമ്മുടെ ഇവിടുത്തെ സംഭവം വെച്ചിട്ടൊരു വീഡിയോ ഇട്ടു. അന്നേരം എല്ലാവരും പറയുന്നത് പഴയ വീഡിയോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈവ് വരുന്നത്. അന്നേരം ഒരു മിനിറ്റ്, അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പം അസ്രേലി മാളൊക്കെ നമുക്ക് തന്നെ ഇപ്പം സൈക്കിൾ എടുത്തിട്ടുണ്ട്. ചേട്ടക്കാർ വരാൻ കാത്തിരിക്കുക, പുള്ളിയായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നാ ഇവിടെ പൊട്ടിയിട്ടുണ്ടോ, ആൾക്കാർ ജീവനോടുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. സാധാ ഇവിടെ കാറൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ അസ്രേലി മാൾ വരുന്ന പോകാനായിട്ടാ റൈഡ്. കാണിച്ചു തരാം നേരം അസ്രേലി മാൾ പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നിങ്ങൾക്ക് ഇവിടെ നോർമലി തന്നെ ആൾക്കാർ കാറൊക്കെ ഉണ്ട്. ഇപ്പം സമയം രാത്രി 9:27 കേട്ടോ. ഇത് നമ്മുടെ സ്ട്രീറ്റാ. നമ്മൾ സൈക്കിളൊന്നും എടുത്തിട്ടുണ്ട്, സൈക്കിളിലൊന്ന് പോയി കാണിച്ചു തരാം. എൻ്റെ ചെറുലിൻ ചേട്ടൻ വരാൻ കാത്തിക്കുക. ഒരു സൗകര്യമില്ല, നീ കടന്നങ്ങ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ വീഡിയോ വീട്ടുകാരാണെന്ന്, വീട്ടുകാരൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു. അവിടെ ഫുള്ള് കത്തിപ്പോയെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ചെയ്യാനാന്ന് പറ, വെള്ളം പോലും മാറ്റി ചെയ്തല്ലുണ്ടേ. അതിൻ്റെ അപ്പുറമാണ് നാട്ടിലെ ന്യൂസ് നോക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം അതുകൊണ്ട് നമ്മുടെ ചെറിയ ചേട്ടൻ വരുന്നുണ്ട്. പോകാം. എന്തായിരുന്നു ഗൈസ്, നമ്മൾ ലൈവ് ആണ്. ഇത് ലൈവ് ഇനി പറയുന്നത് അസ്രേലി മാൾ കത്തിപ്പോയില്ല, ടെലൈവ് ഫുള്ള് കത്തിപ്പോയെന്ന് പറയാം. എല്ലാം കാണിച്ചു തരാം പറ്റി. ഓക്കെ ചേട്ടാ, ഒരു മിനിറ്റ് ഫ്രണ്ട് വെക്കാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെ ഇവിടെയൊക്കെ കത്തിപ്പോയെന്ന് പറഞ്ഞു. ഫുള്ള് ടെലൈവ് ബസ് പോകുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റൊക്കെ ഓപ്പൺ ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം കാണിക്കുന്നില്ല, വീട്ടുകാർക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടി കാണിക്കുന്നുള്ളൂ. എന്നെ പോലെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഒരു മതക്കാരെയോ പ്രത്യേകിച്ച് എടുത്ത് പറയുമല്ല. നമ്മളിവിടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇന്ത്യക്കാരിൽ ക്രിസ്ത്യൻസുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അന്നേരം അവരുടെ വീട്ടിലേക്കൂടെ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. വെച്ചാൽ അവർ ടെൻഷൻ അടിച്ചിട്ട് ഒരാളെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക, മക്കളെ എങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു നമ്മളിവിടെ നിലവിൽ കുഴപ്പമില്ല, പക്ഷേ അതൊന്നും അല്ലല്ലോ, TV തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ പറയുന്നത്. അവർ അതിനുവേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. അവിടെ അതെല്ലാം ഓപ്പണാണ്, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ടെലൈവിൻ്റെ മെയിൻ സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പറയരുത് നമ്മൾ വല്ല കാട്ടിലോ മേട്ടിലാന്ന് പറയുന്നത്. മെയിൻ സിറ്റി കൂടെ ഓപ്പൺ. അസ്രേലി മാൾ ഫുള്ള് തകർന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത സൈക്കിളിൽ പോകാനുണ്ട്. ഒക്കെ തകർന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രശ്നമില്ല. യുദ്ധം നടക്കുന്ന രാജ്യത്തായി നോർമലായിട്ട് കാറും പോകുന്നതാണ്ട്, കടകളെല്ലാം ഓപ്പണാണ്. നാട്ടിലെ തെള്ളു വെക്കാനാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നേ ഉള്ളൂ. രാവിലെ എൻ്റെ അടുത്ത് എതിരാ വിളിയാണ് ബന്ധുക്കാരും, അടുത്ത ഫ്രണ്ട്സിടാ ഒക്കെയാണോ, അല്ല നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ ജോലി ചെയ്യുന്നത്. പരിധി വേണ്ട നെല്ലുവേലി. ഇന്ന് രാവിലെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ഒരു വീഡിയോ ഇട്ടത് ഈ ബിൽഡിങ്ങിൻ്റെ പൊട്ടിപ്പോയി പറയാൻ പഴയ വീഡിയോ ആണ്. അതുകൊണ്ടാണ് ലൈവിൽ വന്നത്. നിർത്തിയില്ലായിരുന്നു ഗൈസ്, വീട്ടുകാരെ ബോധിപ്പിക്കണമല്ലോ. എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ ഇസ്രായേലല്ല ഏത് രാജ്യമായാലും. അന്നേരം ഇന്ത്യക്കാരനെന്ന് കൂട്ടുണ്ട്. ഒരു കമന്റിലൊക്കെ വന്ന് നമ്മുടെ ബന്ധുക്കെന്നുള്ളതൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യപരണം ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം രാജ്യക്കാരാന്നൊരു കൺസിഡറേഷൻ ഉണ്ടല്ലോ, അതുപോലും ഇല്ലാതൊക്കെ അവർ വന്നൊക്കെ വന്നോന്ന് വിളിക്കുന്നത്.
ബസ്സും എല്ലാം ഓടി തുടങ്ങുന്നുണ്ട്. ബസ്സില്ല, ഇവിടെ നിലവിൽ ഫുഡൊന്നും കിട്ടുന്നില്ല, ആഹാരത്തിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ അടിച്ചു വിടുന്ന ഓരോന്നൊക്കെ. ഇന്നൊരു വീഡിയോ കാണാനിടയായി രാവിലെ, ഞാൻ തോന്നുന്നു അറിയത്തില്ല, കണ്ടിട്ട് ടെലവിയിൽ ഫുള്ള് പൊട്ടിത്തറന്നിരിക്കുന്ന ഒരു ബിൽഡിംഗ് എന്നിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. നിലവിൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. യുദ്ധമാണ് നമുക്കറിയാം. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തി പറയില്ല. നമ്മൾ നമ്മുടെ സേഫ്റ്റിയാണ് മെയിനായിട്ട് നോക്കുന്നത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യും. പിന്നെ നമ്മൾ നിൽക്കുന്ന രാജ്യം നമുക്ക് അന്നന്ന രാജ്യം, അതിനോടൊരു കൂറ് എപ്പോഴും നമുക്ക് കാണാം. അത് വേറെ സത്യം. ഏത് രാജ്യത്തായാലും അല്ലെ പറയുന്നതിനൊരു അർത്ഥം വേണം. ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് അറിയാം, നാട്ടിലുള്ളവർക്ക്. ഓരോരുത്തന്മാരുടെ കമന്റ് കണ്ട് കഴിഞ്ഞാൽ പൊണ്ണാണി നോക്കി ഒരു തട്ട് കൊടുത്ത് ഞാൻ മലനടിച്ച് വീഴും. അവരെ സംസാരം കേൾക്കുമ്പോഴത്തേക്ക് വീട്ടിലോടെ പറയാം, നമ്മളെ തോളിലും പറയാൻ കുഴപ്പമില്ലാണ്ട്. അസ്രേലി മോള് ഈ സംഭവമാണ് ഇവിടെ നിൽക്കുന്ന ഈ മോളാണ് തകർന്നു പോയെന്ന് പറഞ്ഞാൽ മതി. ഒരു വിഭാഗം മതസ്ഥരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവരിൽ നല്ല ആൾക്കാരുണ്ട്. നമ്മൾ വിളിച്ച് തിരക്കുന്ന എൻ്റെ കൂട്ടുകാരന്മാർ ഒരുപാട് പേരുണ്ട്. അവർ വിളിച്ചിട്ട് കളിയായ ഓക്കെ ആണോ, സേഫാണോ ഇവിടെ, അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. മറ്റേത് വന്ന് നമ്മുടെ തന്തയ്ക്ക് നല്ലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, പേഴ്സണലായിട്ടും ഇതിനകത്തും വന്ന് നീയൊക്കെ ചത്തു തൊലയണം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇന്ത്യക്കാർ തന്നെയല്ലേ അതെ. ഇതൊക്കെ ഈ ബിൽഡിങ്ങൊക്കെ ഇന്ന് തകർന്നോ എന്ന് പറഞ്ഞ് വെച്ച് കയറ്റി വെച്ചേക്കുന്നത് ഫുള്ള് തരിപ്പണം. ഞാൻ രാവിലെ കയറി ഫുള്ള് തരിപ്പണമായിട്ട് കിടക്കുന്നത്. അങ്ങനെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതാണ് ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിൽ കൂടെ തെളിവൊന്നും വേണ്ടല്ലോ, ലൈവും പോയിട്ടുണ്ട്. മണി 9:30 ആയിരുന്നു. കണ്ട ഈ ബിൽഡിങ്ങൊക്കെ രാവിലെ നോക്കുമ്പോൾ തവിട് പൊടിയായിരുന്നു. സംഭവം വെച്ച് ഉണ്ടാക്കി വെച്ച് കിട്ടുക. കുറച്ചുപേരെങ്കിലും സംശയം മാറിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടതാണ് അസ്രേലി മാള്. ഇതാണ് രാവിലെ തകർന്നു എന്ന് പറഞ്ഞു. അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു മിനിറ്റ് ചേട്ടാ, തിരിക്കാലോ. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. നിലവിലിപ്പം വീട്ടുകാരറിയാൻ വേണ്ടിയാലും നമ്മുടെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, നമ്മുടെ നല്ല വിളിച്ച് തിരക്കുന്ന ആൾക്കാർ, അവർ അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. സേഫാണ് ഗൈസ്, ഇതുവരെ കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ യുദ്ധമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെയും നല്ല സ്ട്രോങ്ങാണ്, അവിടെയും സ്ട്രോങ്ങാണ്. അതുകൊണ്ട് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ അതിനുള്ള സെക്യൂരിറ്റി ഉണ്ട്. ഇനിയിപ്പം എന്ത് വലിയ പ്രശ്നം വന്നാലും അത് തരണം ചെയ്യാനുള്ള ആൾക്കാരെ സേഫാക്കാനുള്ള മെയിൻ സേഫ്റ്റിയാണ് ഇവിടുത്തെ മെയിൻ. ഇസ്രായേലിൻ്റെ അത് ആൾക്കാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് പുറത്ത് പറയത്തുമില്ല. ഇവിടുത്തെ ന്യൂസ് പിന്നെ അങ്ങനെ പുറത്ത് അധികം വിടാറില്ല. അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തത്. പിന്നെ നാട്ടിലെ കേസ് അറിയാമല്ലോ, ഓരോരുത്തവരെ വിളിച്ച് പറയും. നമ്മളെ വീട്ടിലിരിക്കുന്നവർക്ക് ആദ്യം കൂടും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ലൈവ് വരാൻ കാരണം. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. എത്ര കമ്പനി ഉണ്ട് ചേട്ടാ?